ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 5th സെമസ്റ്ററിൻ്റെ ഇൻകം ടാക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന ക്ലാസ്സാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഡെമോ ക്ലാസ്സാണ് ഈ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ 5th സെമസ്റ്റർ ബികോമാരുടെ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, നമ്മുടെ നാരായണൻകുട്ടി സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്നാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 80-90% നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മോഡലിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാറ് കേട്ടോ, പബ്ലിക് എക്സാമിന് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചാപ്റ്റർ നമ്മുടെ ഈ ടെക്സ്റ്റ് പ്രകാരമുള്ള ചാപ്റ്ററാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് ആകാം, ചിലപ്പോൾ മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്ക് ആകാം, ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ചാപ്റ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടാവാം, ഈ ഒരു ടൈപ്പിൽ തന്നെ ആവണമെന്നില്ല, പക്ഷേ കണ്ടൻറ്റ് എല്ലാത്തിലും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരുണ്ടോ? ആരെങ്കിലും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കോണാക്കി പറഞ്ഞ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യിൽ? ഈ പുതിയ വർഷത്തെ 2024-25 അസസ്മെൻറ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ആരെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്, യെസ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒരു തിയറി ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ഒരു 3-4 തിയറി ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അത് എല്ലാ വർഷം വരാറുണ്ട് കേട്ടോ. 2 മാർക്സിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വരെ വരാറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പ്രോബ്ലം ആണ്, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. പിന്നെ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു തിയറി ചാപ്റ്റർ ഉണ്ട്, ആ ഒരു പേജ് മാത്രമേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ. പിന്നെ അഗ്രികൾച്ചർ ഇൻകം, അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല, ചിലപ്പോൾ വാട്ട് ഈസ് അഗ്രികൾച്ചർ ഇൻകം എന്ന് മാത്രമേ വരാറുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻകം ടാക്സ് ബേസിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഒന്ന് മൈക്കോണാക്കി എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. നമുക്ക് ആദ്യം CBDT എന്താണെന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടാക്സിന് നമുക്ക് ശരിക്കും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡിറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഗവൺമെൻറ് ആണ് അല്ലേ? ഗവൺമെൻറ്റിലോട്ട് നമ്മൾ നേരിട്ട് അടയ്ക്കുന്ന ടാക്സ് ആണ് ഡിറക്റ്റ് ടാക്സ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ് ഏതാ? ഡിറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻകം ടാക്സ് അല്ലേ മക്കളെ? ഇൻകം ടാക്സ് അല്ലേ? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിറക്റ്റ് ടാക്സ് ആണ്, ഗവൺമെൻറ്റിലോട്ട് നമ്മൾ നേരിട്ട് അടയ്ക്കുന്ന ടാക്സ് ആണ്. ആദായ നികുതി, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഇത്ര രൂപ നമുക്ക് എന്താണെങ്കിലും ടാക്സ് അടയ്ക്കണം, അതാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ത് ടാക്സ് ആണ്? ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറഞ്ഞേ? ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ഈ വർഷം ഈ ഒരു സെമ്മിൽ ഇല്ല പഠിക്കാൻ, അടുത്ത സെമ്മിൽ നമുക്ക് GST പഠിക്കാനുണ്ട്, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് CBDT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. CBDTയുടെ ഫുൾ ഫോം ഇതാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡിറക്റ്റ് ടാക്സ്. CBDTയുടെ ഫുൾ ഫോം എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡിറക്റ്റ് ടാക്സ്. അതായത് ഈ ടാക്സ് അതോറിറ്റികളിലെ മക്കളെ ഇന്ത്യയിലെ ഒരുപാട് ടാക്സ് അതോറിറ്റി ഉണ്ട്. ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് അതോറിറ്റി ഉണ്ട്. അതിലെ സുപ്രീം അതോറിറ്റിയാണ് CBDT. എന്താ സുപ്രീം എന്ന് പറഞ്ഞാൽ? സുപ്രീം കോർട്ട് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ? അതേപോലെ സുപ്രീം അതോറിറ്റി ഏറ്റവും വലിയ അതോറിറ്റി, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അതോറിറ്റിയാണ് അല്ലേ? അപ്പോൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന കാര്യം ഹൈക്കോർട്ടിനൊക്കെ മുകളിലാണ് സുപ്രീം കോർട്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റികളിൽ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും ഉയർന്ന തലത്തിരിക്കുന്ന ഒരു അതോറിറ്റിയാണ് CBDT. ഇത് എന്ന് പറയുന്നത് ഈ CBDT നമ്മളെ അപ്പെക്സ് ബോഡി ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയാം. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഏറ്റവും വലിയ അപ്പെക്സ് ബോഡിയാണ് CBDT. ഇവരുടെ പ്രധാന ജോലി എന്താണെന്നറിയോ? ഫ്രെയിം റൂൾസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ റൂൾസുകളൊക്കെ എന്ത് ചെയ്യുക? ഫ്രെയിം ചെയ്യുക. റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് എങ്ങനെ കളക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് ടാക്സിൻ്റെ പ്രൊസീജിയറുകൾ, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ റൂൾസുകളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഏത് അതോറിറ്റിക്കുള്ളത്? CBDTക്കുള്ളത്. ക്ലിയർ ആയോ? CBDTയെ കുറിച്ച് ബ്രീഫായിട്ട് കിട്ടിയോ? CBDT ഒരു സുപ്രീം അതോറിറ്റിയാണ്, അപ്പെക്സ് ബോഡി ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇവരാണ് ഫ്രെയിം റൂൾസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി ഇൻകം ടാക്സിൽ ഇൻകം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കുക. വാട്ട് ഈസ് ഇൻകം, അല്ലെങ്കിൽ ഡിഫൈൻ ഇൻകം എന്ന് ചോദിച്ചാൽ, ഇൻകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആക്ടിൽ, ഇൻകം ടാക്സ് 1961 പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഒന്നുമില്ല.
ഇൻകം ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ്. ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകത്തിനെ അങ്ങനെ നിർവചിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷൻ അനുസരിച്ച് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭം, അതുപോലെ ഗെയിൻ, അതുപോലെ ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? ലാഭവിഹിതം. ഇൻട്രസ്റ്റ്, പലിശ, അതുപോലെ സാലറി, അലവൻസസ്, പെർക്വിസിറ്റ്സ്, ക്യാപിറ്റൽ ഗെയിൻ, ലോട്ടറി അടിക്കുക, വിന്നിങ് ഫ്രം ലോട്ടറി, വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസ്, വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ്, നമ്മൾ കുതിരപ്പന്തയൊക്കെ നടത്തി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ കാർഡ് ഗെയിംസ്, ബെറ്റിങ്സ്, അങ്ങനെയുള്ള ഈ കിട്ടുന്ന എല്ലാ പൈസയും നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഇൻകത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ 2 മാർക്കിന് ചോദിച്ച് എഴുതില്ലേ? അപ്പോൾ ഇൻകത്തിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഒന്നുമില്ല. പക്ഷെ എന്നാൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്താം? ഒരു 4 ഐറ്റംസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരാൾ ഇൻകത്തിൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞേ? ഒരു 4 ഐറ്റംസ് ഒന്ന് പറയൂ, വേഗം പറയൂ. ഇൻകം ഇൻക്ലൂഡ്സ്, സഞ്ജയ് എന്ന് പറഞ്ഞ ഇൻകം ഇൻക്ലൂഡ്സ് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവർക്കും? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, ഇൻട്രസ്റ്റ്, സാലറി, അലവൻസ്, ലോട്ടറി അടിക്കുക, വിന്നിങ് ഫ്രം ലോട്ടറി. ഓക്കെ വെരി ഗുഡ്. യെസ് മക്കളെ, അപ്പോൾ എല്ലാവരും ഇൻകത്തിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. മക്കളെ, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഈ 2 എണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഈ 2 എണ്ണത്തിലെ ഒരെണ്ണം ഷുവറായിട്ട് ചോദിക്കും. അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ 2ഉം പഠിച്ചു വയ്ക്കണം. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആണ്. നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കുക, ഒരു എളുപ്പടി പറയുന്നത് 29 എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 29 അല്ലേ, അപ്പോൾ 29 കഴിയുമ്പോൾ 30 അല്ലേ, അപ്പോൾ 3 അടുത്ത് വരും. പ്രീവിയസ് ഇയർ 3 അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒന്നുകൂടെ പറയാം, അസസ്മെൻറ്റ് ഇയർ 29 എന്ന് പഠിക്കുക. സെക്ഷൻ, നിങ്ങൾ സെക്ഷൻ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. സെക്ഷൻ എഴുതിയ പെർഫെക്റ്റ് ആയ ആൻസർ അങ്ങനെ പറയാം കേട്ടോ. സെക്ഷൻ ഇല്ല എന്ന് കരുതി മാർക്കൊന്നും കുറയ്ക്കില്ല, പക്ഷേ സെക്ഷൻ എഴുതുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള സെക്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സിൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ദ പീരീഡ് ഓഫ് 12 months commencing on the first day of April every year and ending on March 31st of the next year. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 12 മാസ കാലാവധിയാണ്. എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നത്? ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഒരു 12 മാസ കാലാവധിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അസസ്മെൻറ്റ് ഇയർ ഏതാ? ദ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഏതാ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അസസ്മെൻറ്റ് ഇയർ ഏതാ? പറഞ്ഞേ. 24-25. അതായത് 1st April 2024 ടു മാർച്ച് 31st 2025. ഇതും കൂടി എഴുതി ചേർക്കണം കേട്ടോ മക്കളെ. 2 മാർക്കിന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് 12 months commencing on the first day of April every year and ending on March 31st of the next year എന്ന് മാത്രം എഴുതിയാൽ പോരാ. ദ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഈസ് എന്ത് പറയണം? 1st April 2024 ടു 31st March 2025. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. അസസ്മെൻറ്റ് ഇയർ മനസ്സിലായെങ്കിൽ ഓക്കെ. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്? സെക്ഷൻ 3 ആണ്. സെക്ഷൻ 30, 29 കഴിഞ്ഞാൽ 30 അല്ലേ? ആ 30 പക്ഷേ 0 കൊടുക്കില്ല. 0 എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 സബ്സെക്ഷൻ 9 കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്ഷൻ ഏതാ? പ്രീവിയസ് ഇയർ ഏതാ സെക്ഷൻ? സെക്ഷൻ 3. പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. എന്താ പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ? പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുമ്പുള്ള. പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപുള്ള. അതായത് അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുൻപുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? ആര് പറയും? നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ?
നമ്മുടെ വെരി ഗുഡ്, 23-24 അല്ലേ. നമ്മുടെ അസസ്മെന്റ് ഇയർ 24-25 ആണെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ വർഷം ഏതാ? 23-24. ഫസ്റ്റ് ഏപ്രിൽ 2023 ടു മാർച്ച് 31, 2024. അത് മാത്രം എഴുതിയാൽ പോരാ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. നമ്മൾ ഈ വർഷം ടാക്സ് അടയ്ക്കുന്നത് ഏത് ഇൻകത്തിന് ടാക്സ്? മക്കളെ, നമ്മുടെ ഇൻകം ടാക്സിൽ ഏത് ഇയറിന് പ്രാധാന്യം എന്നറിയോ? അസസ്മെന്റ് ഇയറിനാണോ പ്രീവിയസ് ഇയറിനാണോ പ്രാധാന്യം? ആർക്കെങ്കിലും പറയാൻ പറ്റും? പ്രീവിയസ് ഇയറിനാണ് കേട്ടോ, ഒരു ഡൗട്ടും ഇല്ല മക്കളെ. അസസ്മെന്റ് ഇയർ വെറുതെ നമുക്ക് ഈ തിയറി പഠിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അസസ്മെന്റ് ഇയറിന് ഒരു പ്രാധാന്യമില്ല. കാരണം നമ്മൾ ഈ വർഷം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഇൻകത്തിന്മേലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ പ്രീവിയസ് ഇയറിന് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ ഈ പ്രോബ്ലത്തിലൊക്കെ കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഇയറിന് തൊട്ട് മുൻപുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. ഈ വർഷമാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്യുക. നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ എന്നാണ്? 2023, 2024. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് വേഗത്തിൽ എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ പേഴ്സൺ, നെക്സ്റ്റ് പേഴ്സൺ ആണോ ഒന്നുകൂടെ പറയാം. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യേണ്ട വ്യക്തിനെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുക. ടാക്സ് അടയ്ക്കുന്ന ഏതൊരു വ്യക്തിയെ നമ്മൾ പേഴ്സൺ എന്നാണ് ഇൻകം ടാക്സിൽ വിളിക്കുക. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടാം? ഒന്ന്, ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വ്യക്തി അല്ലേ. ഒരു വ്യക്തി, ഏതൊരു പേഴ്സണെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ നമുക്ക് പേഴ്സൺ ആയിട്ട് കണക്കാക്കാം. രണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഹിന്ദു ആക്ട് അല്ലെ, ഹിന്ദു ആക്ട് പ്രകാരം നമ്മൾ ഫോം ചെയ്തിട്ടുള്ള, ഇപ്പോഴൊന്നുമില്ല, പണ്ടത്തെ ഹിന്ദു ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താണ് ബിസിനസ്സാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. കർത്ത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു കൂട്ടുകുടുംബം കേട്ടിട്ടുണ്ടോ? അപ്പൊ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഇൻകം ടാക്സിന്റെ ഭാഷയിൽ എന്താ വിളിക്കുക? പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ ഒരു കമ്പനി, ഒരു സ്ഥാപനം, ഒരു ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇവരെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ഇൻകം ടാക്സിൽ എന്തായിട്ട് കണക്കാക്കുക? പേഴ്സൺ ആയിട്ട് കണക്കാക്കും കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, അസസി. ഹൂ ഈസ് എൻ അസസി? ആരാണ് അസസി? മക്കളെ, അസസി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ എഴുതി വയ്ക്കുക. ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി അണ്ടർ ദ ആക്ട്. അതായത് മക്കളെ, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഏതൊരു വ്യക്തിയെയും നമ്മൾ ഇൻകം ടാക്സിന്റെ ഭാഷയിൽ എന്തെന്ന് വിളിക്കുക? അവരെ എന്താ വിളിക്കുക? അസസി. മനസ്സിലായോ? ടാക്സ് അടയ്ക്കാൻ ലയബിളായ ഏതൊരു വ്യക്തിയും അസസിയാണ്. അസസി എന്നാണ് അവരെ വിളിക്കുക കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ പേരിട്ട് വിളിക്കില്ലേ, അതേപോലെ ഇൻകം ടാക്സിന്റെ ഭാഷയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഏതൊരു വ്യക്തിയെയും നമ്മൾ അസസി എന്നാണ് പറയുക. ഈ അസസി രണ്ട് വിധമുണ്ട്. ഡീംഡ് അസസി ഉണ്ട്, അസസി ഇൻ ഡിഫോൾട്ട്. ഇതിനൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഡീംഡ് അസസി ഉണ്ട്, അസസി ഇൻ ഡിഫോൾട്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ, 100% ഉറപ്പ്. ആരാണ് ഡീംഡ് എന്ന് പറഞ്ഞാൽ? ഡീംഡിന്റെ അർത്ഥം അറിയാമോ ആർക്കെങ്കിലും? ഡീംഡ് എന്ന് പറഞ്ഞാൽ പകരം. എന്താണ് അർത്ഥം? എന്താ ഡീംഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇവിടെ ഡീംഡ് അസസി എന്ന് പറഞ്ഞാലോ, എ പേഴ്സൺ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് എൻ അസസി ഫോർ സം അതർ പേഴ്സൺ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? അസസി ആയിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ്. വേറൊരാൾക്ക് വേണ്ടി വേറൊരാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളെയാണ് ഡീംഡ് അസസി എന്ന് പറയുക. അപ്പോൾ ഒറിജിനൽ അസസി അല്ല അത്. ആ അസസിക്ക് വേണ്ടി അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആ ഒറിജിനൽ ആൾക്ക് വേണ്ടി വേറൊരാളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ ടാക്സ് അടയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള അസസിനെയാണ് ഡീംഡ് അസസി. ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇപ്പം മൈനർ സൺ ഓർ ഡോട്ടർ ഇല്ലേ? മൈനർ സൺ. മൈനർ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൽ താഴെയുള്ള ആളുകളാണ് മൈനർ? 18 വയസ്സ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു കുട്ടിക്കും എന്തെങ്കിലും ഇൻകം വന്നാൽ, ചിലപ്പോൾ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റിന് വല്ല പലിശ കിട്ടുകയോ അല്ലെങ്കിൽ അവർ പോയി സ്റ്റാർ സിംഗറിലോ അല്ലെങ്കിൽ കോടീശ്വറിലൊക്കെ പങ്കെടുത്ത് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ടാക്സ് അടയ്ക്കണ്ടേ?
വേണം. പക്ഷെ അവരുടെ പേരിൽ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, കാരണം അവർ മൈനർ അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി ആരടയ്ക്കും അവിടെ? പാരൻസ് അടയ്ക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ പാരൻസ് അടയ്ക്കുമ്പോൾ നമുക്ക് ആ പാരന്റിനെ എന്ത് വിളിക്കാം? എന്ത് അസസിനെ വിളിക്കാം? യെസ്, ഡീംഡ് അസസി എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഡീംഡ് അസസി എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് സ്ക്രീൻ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അടുത്തതാണ് അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. വെൻ എ പേഴ്സൺ ഈസ് ലയബിൾ ടു ഡു എ വർക്ക് ഓർ ഡ്യൂട്ടി അണ്ടർ ദിസ് ആക്ട്, അണ്ടർ ഇൻകം ടാക്സ് ആക്ട് കേട്ടോ. അണ്ടർ ദിസ് ആക്ട് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട്. ആൻഡ് ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ് ഹി ഈസ് കോൾഡ് അൻ അസസി ഇൻ ഡിഫോൾട്ട്. അതായത് മക്കളെ, ഒരു വ്യക്തി, ഒരു പേഴ്സൺ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ചെയ്യേണ്ട ചില വർക്കുകളുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട ചില ഡ്യൂട്ടി ഉണ്ട്. അത് അയാൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ, ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ്, അത് അയാൾ ചെയ്യാൻ ഫെയിലായി അല്ലെങ്കിൽ അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി ചെയ്യേണ്ട ജോലികളുണ്ട്, വർക്കുണ്ട്, അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്. അത് അദ്ദേഹം അതിൽ വീഴ്ച വരുത്തിയാൽ, ആ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ കൃത്യമായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട വർക്ക് അയാൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അയാളെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഭാഷയിൽ എന്തെന്ന് വിളിക്കുക? അസസി ഇൻ ഡിഫോൾട്ട്. എല്ലാവർക്കും ക്ലിയർ ആയ അസസി ഇൻ ഡിഫോൾട്ട്? ക്ലിയർ ആയോ? യെസ്. അടുത്ത അഗ്രികൾച്ചർ ഇൻകം വരാറുണ്ട് 2 മാർക്കിന്. അഗ്രികൾച്ചർ ഇൻകം പഠിക്കുക വളരെ സിമ്പിളാണ് കേട്ടോ മക്കളെ. അതായത് ആ പേരിൽ തന്നെയുണ്ട്. അതായത് എനി റെൻറ്റ് എന്ന് പറഞ്ഞാൽ വാടക, ഓർ റവന്യൂ വരുമാനം, ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഭൂമിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും വരുമാനമോ വാടകയോ കിട്ടുക. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. മനസ്സിലായോ? കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി, ഏതെങ്കിലും ലാൻഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ, പക്ഷെ അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചായിരിക്കണം ആ ലാൻഡ് കേട്ടോ. അങ്ങനെ ആ ലാൻഡ് കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കിയാൽ, എന്തെങ്കിലും ഇൻകമോ എന്തെങ്കിലും റവന്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വാടകയൊക്കെ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ആ ഇൻകത്തിന് നമ്മളൊരു പേര് വിളിക്കല്ലോ. എന്തോന്നാ? അഗ്രികൾച്ചറൽ ഇൻകം. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് അഗ്രികൾച്ചറൽ ഇൻകം. ക്ലിയർ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മൈക്ക് ഓൺ ആക്കി. അടുത്താണ് മക്കളെ GTI. ചിലപ്പോൾ വാട്ട് ഈസ് GTI എന്നായിരിക്കും 2 മാർക്കിന് ചോദിക്കാൻ. നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും കേട്ടോ. GTI എന്ന് കേട്ടോ. അപ്പോൾ GTI എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? GT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? GT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഓർത്ത് വെച്ചോൾ. GTI എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് അർത്ഥം. ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് മക്കളെ, ഒരു വ്യക്തിക്ക് 5 മാർഗങ്ങളിലൂടെയാണ് വരുമാനം വരിക. എങ്ങനെയാണ്? 5 ഹെഡുകളിലൂടെയാണ് വരുമാനം വരിക. ഏതൊക്കെ 5 ഹെഡ് എന്നറിയാമോ? ഇൻകം ഫ്രം സാലറിയിലൂടെ കിട്ടുന്ന വരുമാനം കണ്ടോ. ഈ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? 5 ഹെഡ്സ് ഉണ്ട്. 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. 5 ഹെഡുകളിലൂടെയാണ് ഒരാൾക്ക് വരുമാനം വരിക. ഇൻകം ഫ്രം സാലറിയിലൂടെ കിട്ടുന്ന വരുമാനം. 2, അയാൾക്ക് സ്വന്തമായിട്ട് വല്ല വീടൊക്കെ ഉണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. 3, അയാളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസ്റ്റോ ആണെങ്കിൽ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ഡോക്ടറൊക്കെ ആണെങ്കിൽ പ്രൊഫഷണലല്ലേ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അപ്പോൾ നമ്മൾ സാലറി പറഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞു, ബിസിനസ് ഓർ പ്രൊഫഷൻ പറഞ്ഞു. മനസ്സിലായോ? ഈ 3 ഹെഡും ക്ലിയർ ആയില്ലേ? 4ാമത്തെ ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? അതായത് നമുക്ക് സ്വന്തമായിട്ട് വല്ല ലാൻഡോ വീടൊക്കെ ഉണ്ട്, അതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയില്ലേ. പണ്ടെപ്പോഴോ വാങ്ങിയിട്ട ലാൻഡായിരുന്നേ, ഇപ്പോൾ വിറ്റപ്പോൾ എനിക്ക് ലാഭം കിട്ടി, അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കിട്ടിയ വരുമാനമോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാർഗ്ഗങ്ങളിലൂടെ കിട്ടുന്ന വരുമാനം. മറ്റുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വല്ല ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, അങ്ങനെയുള്ള ഇൻകം. ഈ 5 മാർഗ്ഗങ്ങളിലൂടെ കിട്ടുന്ന ഇൻകംസ്
എല്ലാതും കൂടിയിട്ട് കൂട്ടിക്കിട്ടുന്ന ആൻസർ. ചിലപ്പോൾ എല്ലാവർക്കും ഈ 5 ഹെഡ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അവർക്ക് സാലറി വാങ്ങുന്ന ആൾ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടിക്കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം, ദ ടോട്ടൽ ഓഫ് ഇൻകം അണ്ടർ 5 ഹെഡ്സ്, ദാറ്റ് ഈസ് ഏതൊക്കെയാ ആ 5 ഹെഡ്സ് ഏതൊക്കെയാ, ഒരാൾ പറഞ്ഞേ. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം HP ഹൗസ് പ്രോപ്പർട്ടി, 3 വെരി ഗുഡ് വെരി ഗുഡ്. യെസ് മക്കളെ, അപ്പോൾ ക്ലിയർ ആയോ? അത് സെറ്റായോ എല്ലാവർക്കും? GTI ക്ലിയർ ആയില്ലേ? GTI മനസ്സിലായില്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം. യെസ്. അടുത്തതാണ് ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് ഇൻകം എന്താണ്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം എന്ന് പറയാം. ഇതിനാണ് അയാൾ ടാക്സ് അടയ്ക്കേണ്ടത്. നേരത്തെ കിട്ടിയ ഇൻകത്തിനല്ല ടാക്സ് അടയ്ക്കേണ്ടത്. നേരത്തെ കിട്ടിയത് എന്താ? GTI ആ, ഗ്രോസ് ടോട്ടൽ ഇൻകം. 5 മാർഗങ്ങളിലൂടെ കിട്ടുന്ന വരുമാനമില്ലേ മക്കളെ, അതെല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ഇൻകമാണ് GTI. അതിൽ നിന്ന് ചിലപ്പോൾ അയാൾക്ക് വല്ല ഡിഡക്ഷൻസ് ഉണ്ടാവും. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ അയാൾ വല്ല ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ വല്ല ഇൻഷുറൻസിലേക്ക് വല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ പൈസ ഇങ്ങനെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യൽ കിട്ടുന്ന പൈസയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അത് നമുക്ക് അടുത്ത സെമ്മിൽ പഠിക്കാണ്ട് ഏതൊക്കെ ഡിഡക്ഷൻ കേട്ടോ. അപ്പോൾ 80C മുതൽ 80U വരെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് കൂടി കുറച്ചിട്ട് കിട്ടുന്ന ഇൻകം ഇല്ലേ, എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കിട്ടുന്ന ഇൻകം, അതിനാണ് അയാൾ ടാക്സ് അടയ്ക്കേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80. കണ്ടോ, സെക്ഷൻ 80 പ്രകാരം എല്ലാ ഡിഡക്ഷൻസും, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കേണ്ട പൈസ, അത് കുറച്ച് കിട്ടുന്ന, GTI അത് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത ടോട്ടൽ ഇൻകം. ഓക്കെ. അടുത്തതാണ് നമ്മുടെ മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ്, മാക്സിമം MMR എന്ന് പറയും. അതായത് ഒരാൾക്ക് നമുക്കറിയാം ഇത്ര വരുമാനം വന്നാൽ അയാൾ കൂടുതൽ ടാക്സ് അടയ്ക്കണം എന്നറിയാം. അങ്ങനെ മാക്സിമം നമ്മൾ എത്ര പെർസെൻറ്റേജ് വരെ ടാക്സ് അടയ്ക്കണം എന്നുള്ള ഏറ്റവും ഹയസ്റ്റ് സ്ലാബില്ലേ, ഏറ്റവും ഹൈ സ്ലാബ്. ഇപ്പം നമ്മുടെ രാജ്യത്താണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം അംബാനി പോലെയുള്ള അത്രയും കോടീശ്വരന്മാരായിരിക്കും ചിലപ്പോൾ ഇത്രയും ടാക്സ് അടയ്ക്കുക. അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ. ഇവിടെ ഇപ്പോഴത്തെ നിലവിൽ 42.74% എന്നാണ് പറയുന്നത്. അതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. ക്ലിയർ ആയോ? മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സമ്പന്നനാരാ? അയാൾ അടയ്ക്കുന്ന ടാക്സിലിടോ, അതായത് ഏറ്റവും ടോപ്പ് ടാക്സിലെ ഏറ്റവും ഹയസ്റ്റിൽ വരുന്ന സ്ലാബില്ലേ, സർചാർജൊക്കെ കൂട്ടിക്കൊണ്ട് ഹയസ്റ്റ് സ്ലാബിൽ വരുന്ന ടാക്സ്, അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. ഇപ്പോഴത്തെ നിലവിലെ MMR എത്രയാ? മാക്സിമം മാർജിനൽ റേറ്റ് എത്രയാ? 42.74%. ക്ലിയർ ആയോ? കത്തിയോ? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാഷ്വൽ ഇൻകം. എന്താണ് കാഷ്വൽ ഇൻകം? കാഷ്വൽ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം മക്കളെ, വല്ലപ്പോഴും. കാഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് റെക്കറിങ് അല്ലാത്ത, റിപ്പീറ്റഡ് അല്ലാത്തത്. മനസ്സിലായോ? അപ്പോൾ ഇനി റെസിപ്റ്റ് ഓഫ് കാഷ്വൽ ഓർ നോൺ റെക്കറിങ് നേച്ചർ. നോൺ റെക്കറിങ് എന്ന് പറയുന്നത് എന്താ? റെക്കറിങ് അല്ലാത്തത്, റിപ്പീറ്റഡ് അല്ലാത്തത്, വല്ലപ്പോഴും കിട്ടുന്ന വരുമാനമില്ലേ പ്രതീക്ഷിക്കാതെ. ഏതൊക്കെയാ? വിന്നിങ് ഫ്രം ലോട്ടറി അടിക്കുക, വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസിൽ വിജയിക്കുക, കാർഡ് ഗെയിമിൽ വിജയിക്കുക, ബെറ്റിങ്ങിൽ വിജയിക്കുക. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഇൻകത്തിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഡിറക്റ്റ് ടാക്സ്. ഇത് നമ്മൾ വർഷത്തിലല്ലേ അടയ്ക്കുക, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ആനുവൽ ടാക്സ് വിളിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, വർഷത്തിലല്ലേ അടയ്ക്കുക. അപ്പോൾ ആനുവൽ ടാക്സ് വിളിച്ചൂടെ? വിളിക്കാമല്ലോ അല്ലേ? വിളിക്കാം.
അതുപോലെ ഈ ടാക്സ് ആരാ കളക്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഏത് ഗവൺമെന്റ് ആണെന്നറിയോ? സ്റ്റേറ്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ആദായ നികുതി കളക്ട് ചെയ്യുന്നത്. മനസ്സിലായത്? അതുകൊണ്ടാണല്ലോ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം അല്ലേ കഴിഞ്ഞ മാസത്തിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇത്ര രീതിയിലാണ് സ്ലാബിലാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചില്ലേ? അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മുടെ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 5 ഹെഡുകളിലൂടെ ഇപ്പോൾ പറഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ 5 ഹെഡ് എഴുതുക കേട്ടോ. അതുപോലെ ടാക്സ് റേറ്റ് ആരാ ഫിക്സ് ചെയ്യുന്നത് അറിയോ? ടാക്സ് ഇങ്ങനെ അടയ്ക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്ന ആരാ? ആനുവൽ ഫിനാൻസ് ആക്ട് ആണ് കേട്ടോ. ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരമാണ് ടാക്സ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്തത്, എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള വരുമാനമാണെങ്കിലും ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ നിയമവിരുദ്ധമായിട്ടുള്ള വരുമാനമാണെങ്കിലും ടാക്സ് അടയ്ക്കണം. നിയമവിരുദ്ധമല്ലാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ടാക്സ് അടയ്ക്കണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആണ് ഇല്ലീഗൽ വരുമാനം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻകം ടാക്സിന്റെ ഫീച്ചേഴ്സ് ക്ലിയർ ആയോ? അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്, ആനുവൽ ടാക്സ് ആണ്, കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്, 5 ഹെഡുകളിലൂടെയാണ് അയാൾക്ക് വരുമാനം വരുന്നത്. ഈ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് ആണ്. ലീഗലായിട്ടുള്ളതും ഇല്ലീഗലായിട്ടുള്ള വരുമാനമെല്ലാം ടാക്സബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ?